ഹായ് ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ നമ്മൾ പിന്നെ വീഡിയോ ഇടാന്ന് പറയുമ്പോഴേക്ക് പനിയൊക്കെ നിങ്ങൾ കണ്ണു വെച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. പനി പിടിച്ചു പടായി. പിന്നെ പനി പിടിച്ചു, വയ്യണ്ടായി, ലീവൊക്കെ ആയി, അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റണ്ടായി. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, കുറേ ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മസ്ക ബണ്ണീൻ്റെ കാര്യത്തിൽ, അതായത് ബട്ടർ ബണ്ണീൻ്റെ കാര്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടൊരു, എനിക്ക് പേര് ഓർമ്മയില്ല, ഒരു ടീം പറയുന്നത് എന്താ പറയുക, ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് പറയുന്നത്. മസ്ക ബണ്ണിൻ്റെ ഭയങ്കര ലാഭമാണ്, മാർക്കറ്റ് വാല്യൂ ആണ് ആൾ പറയുന്നത്. കാരണം ആള് പറയുന്നത് വെച്ചാൽ 2 ആഴ്ച കൊണ്ട് എത്ര 60,000 എങ്ങാനും ലാഭം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ആള് പറഞ്ഞ ഒരു കണക്ക് എന്ന് പറയുന്നത് 1/2 കിലോ ബട്ടറും അതിൻ്റെ സാധനങ്ങളും വെച്ചിട്ട് 50 ആൾക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ശരിക്കും ബ്രോ എന്താണ് ഉദ്ദേശിച്ചത്? ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം 1/2 കിലോ ബട്ടർ വെച്ചിട്ട് 50 ആൾക്ക് എങ്ങനെയാ കൊടുക്കാൻ പറ്റണെന്നുള്ളത് മനസ്സിലാണ്. ഒന്നെങ്കിൽ ആള് ചെറിയ ബണ്ണയ്ക്ക് യൂസ് ചെയ്യുന്നത്, ഭയങ്കര ചെറിയ ബണ്ണ്, പിന്നെയാണെന്നുണ്ടെങ്കിൽ ഫില്ലിങ്ങും ഭയങ്കര കുറവായിരിക്കും. ഇനിയിപ്പോൾ വലിയ ബണ്ണും ഫില്ലിങ് അത്യാവശ്യം ഉണ്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ബട്ടറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, ആൾക്കേ അറിയുള്ളൂ. പക്ഷെ എന്തായാലും 50 പേർക്ക് 1/2 കിലോ ബട്ടർ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഇതായാലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ്. കാരണം ഇവിടെ 100 ആൾക്കുള്ള ബട്ടർ, മസ്ക ബണ്ണിനുള്ള, അതായത് ബട്ടർ ബണ്ണിനുള്ള ബട്ടർ അടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് മിനിമം ഒരു 2-2.5 കിലോ ബട്ടറായിട്ട് തന്നെ വേണം. പിന്നെ അതിലേക്കുള്ള സാധനങ്ങളും അത് ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ വേണം. അത് ഞങ്ങൾ നിന്നാൽ ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം വലിപ്പമുള്ള ബണ്ണാണ്. അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, റിച്ച് ആയിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് 2-2.5 കിലോ എന്തായാലും 100 ആൾക്കുള്ള ബട്ടർ ബണ്ണിന് വേണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഇത് കേട്ടിട്ട് കുറേ ആൾക്കാർ ഭയങ്കര ലാഭമാണല്ലോ, ഇത് മസ്ക ബണ്ണ് വിറ്റിട്ട് അത്ര കോടികൾ ഉണ്ടാക്കി ഞങ്ങൾ അടുക്കി വെക്കാൻ സ്ഥലമില്ലാത്ത പോലെ കുറേ ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും അങ്ങനെയാണ് ചെയ്യണതെന്ന് ആരും വിചാരിക്കരുത്. നല്ല രീതിക്ക് അത്യാവശ്യം നല്ല ഇതിൽ ആൾക്കാർക്ക് സെർവ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് കണ്ടിട്ട് ഇത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ മസ്ക ബണ്ണിൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങരുത്. കാരണം എന്ന് വെച്ചാൽ ഇതും കേട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര കിട്ടാനൊന്നും ചാൻസ് ഇല്ല. അപ്പം അതെന്താന്നുള്ള കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ 4 ദിവസമായിട്ട് ഒരാളെ വീഡിയോ ഉണ്ടല്ലോ, എന്താണ് ബിരിയാണിയൊക്കെ വെക്കുന്ന ആളെ ഒരു വീഡിയോ, മസ്ക ബണ്ണ് കഴിച്ചാൽ തട്ടിപ്പോവും, പിന്നെയാണെന്നുണ്ടെങ്കിൽ ബട്ടർ ആയിരിക്കും യൂസ് ചെയ്യണത്. ചേട്ടാ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ അമൂലിൻ്റെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ ആയിരിക്കും യൂസ് ചെയ്യണത്. ഇനി അത് ബട്ടർ അല്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്കാരത് തെളിയിക്കണം അത് ബട്ടർ അല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയാം നമ്മൾ ബട്ടർ അല്ല യൂസ് ചെയ്യണമെന്നുള്ളത്. കാരണം അമൂലിൻ്റെയും മിൽക്കി മിസ്റ്റിൻ്റെയും ബട്ടറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതൽ അമൂലിൻ്റെതായിരിക്കും യൂസ് ചെയ്യുന്നത്. മിൽക്കി മിസ്റ്റ് അമൂല് കിട്ടാത്തപ്പോൾ മിൽക്കി മിസ്റ്റ് യൂസ് ചെയ്യും, അങ്ങനെയാണ്. അപ്പം ഈ അമൂലിൻ്റെ ബട്ടർ 1/2 കിലോന് 290 പ്രൈസ് വരുന്നത്. അതായത് 1 കിലോന് 600 രൂപേൻ്റെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ആളെന്നെ പറയുന്നുണ്ട് എന്ത്, 600-ന് ബട്ടർ വാങ്ങിയിട്ട് ഈ പൈസക്ക് കൊടുക്കാൻ പറ്റൂല, കൊള്ള ലാഭം വാങ്ങുന്നവർക്ക് ഈ പൈസക്ക് കൊടുക്കാൻ പറ്റൂല. പക്ഷെ ലാഭം കുറച്ച് മതി, ആൾക്കാർ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ. അതെ, ഉസ്താദ് ഹോട്ടലിലെ തിലകൻ പറയണ മാതിരി നമ്മൾ കൊടുക്കുന്ന ആളെ വയറും നിറയണം, മനസ്സും നിറയണം, എന്നാലാണ് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. അല്ലാണ്ട് ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങണമെന്നില്ല, വേറെ എന്തൊക്കെ ബിസിനസ് അത് നോക്കാം. അപ്പം ആളെന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഷോപ്പും വലിയ വലിയ AC ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല പൈസക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഓല അതൊക്കെ അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ. അപ്പം അതുകൊണ്ട് അതാവശ്യമായിരിക്കും. പക്ഷേ ആളായാലും ആരായാലും മനസ്സിലാക്കുക, ഞങ്ങൾ ബട്ടർ തന്നെ വാങ്ങിയിട്ട് അതിൽ നല്ല മാർജറിൻ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ അധികവും ക്രീം ബണ്ണിലൊക്കെ മാർജറിനാണ്
യൂസ് ചെയ്യുന്നത്. നമ്മളെ ഈ ബേക്കറി ക്രീം ബൺസിലൊക്കെ അധികം മാർജറൈനാണോ യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് ബട്ടറൊന്നുമല്ല. അങ്ങനെ കൊടുക്കുന്നവരുണ്ടായിരിക്കും. ചിലർ വിപ്പിംഗ് ക്രീം അടിച്ച് കൊടുക്കുന്നവരുണ്ട് എന്നൊക്കെ ഓരോരുത്തർ വന്ന് പറയുന്നുണ്ട്. അത് വിപ്പിംഗ് ക്രീമാണ് എന്നൊക്കെ. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കും. സാധനത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സാധനം കൊടുക്കുക, അല്ലാണ്ട് വേറെ സാധനം കൊടുത്തിട്ട് അപ്പുറത്തും ഒരാൾ കഴിച്ചിട്ട് ഇപ്പുറത്തൊന്ന് പറയുമ്പോൾ ഇത് അവിടുത്തെ ടേസ്റ്റ് അല്ല എന്ന് പറയുമ്പോൾ അത് മോശമാണ്. കൊടുക്കുമ്പോൾ നല്ല സാധനം കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് കൊടുക്കുന്ന പോലെ കച്ചവടം കൂടിയാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കണത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ നല്ല രീതിക്ക് നല്ല എമൗണ്ടിൻ്റെ സാധനം വാങ്ങിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പൈസ ഒക്കെ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ മൈൻഡിൽ മസ്കാ ബണ്ണ് ഒരു സ്ഥലത്തുനിന്ന് കഴിച്ചാൽ അത് കൊള്ളാം, മസ്കാ ബണ്ണ് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ ഇത് തന്നെ ആയിരിക്കും എന്നുള്ള ചിന്തയിൽ ബാക്കിയുള്ളവർക്കും കൂടി ഒന്നും നടക്കാത്ത സ്റ്റേജ്. ഇപ്പം അധികം ആളും ഞങ്ങളായാലും ബാക്കിയുള്ളവരായാലും ഒരുപാട് ആൾക്കാർ ഒന്നും മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇതിലേക്കൊക്കെ ഇറങ്ങുന്നത്. സ്റ്റാർട്ടപ്പ് കിട്ടാനുള്ള രീതിയിൽ ചെറിയ ഇതിൽ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു മൈൻഡിൽ തുടങ്ങുന്നതായിരിക്കും. അതിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആകെ കുറച്ച് ലാഭമേ കിട്ടുന്നുള്ളൂ. ലാഭം എന്നുള്ളൊരു സംഭവം കുറച്ചേ കിട്ടുന്നുള്ളൂ. അതായത് ഞങ്ങൾ പണിയെടുക്കുന്നതിൻ്റെ പൈസ ഞങ്ങൾക്ക് കിട്ടുന്നു, ഞങ്ങളെ റോളിങ്ങുകൾ നടക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് അലമാരയിൽ അട്ടിക്കിടാനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നവർ നല്ല മെനക്ക് ചെയ്യുന്നവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് വരാണ്ടിരിക്കുക. കൊടുക്കുന്നതാണ് നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക. ഫുഡ് ഐറ്റം എന്തായാലും ഒരാൾക്ക് അയാളെ വിശപ്പും മാറണം, ആളെ ഹാപ്പി ആയിരിക്കണം. നല്ല ഫുഡ് കഴിച്ചാൽ തന്നെ നമ്മളെ ഹാപ്പി ആവും. നമ്മളെ ഒരു ഇതിലങ്ങനെയാണ്. നല്ലൊരു ചായ കുടിച്ചാൽ, നല്ലൊരു ഫുഡ് കഴിച്ചാൽ അതൊരു റാഹത്താണ് അല്ലേ. അപ്പം അത് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുക. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല, ഓലെ മൈൻഡ് അങ്ങനത്തെ ആയിരിക്കും. പിന്നെ നമ്മളധികം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് വലിച്ച് നീട്ടി 7 മിനിറ്റ് ആയി. ഇനിയിപ്പോൾ കാര്യം കാണൂല. അപ്പം ശരി, അടുത്ത വീഡിയോ പിന്നെ കാണാം.